ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബ്രെഡും പാലും പഞ്ചസാരയും മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണേ. പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കാരമലാണ് തയ്യാറാക്കേണ്ടത്. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആവണേ. ഇത്തിരി കൂടെ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം നമുക്ക് ആഡ് ചെയ്യാവേ. അത് ഒരുപാട് മെൽറ്റ് ആക്കാൻ നോക്കല്ലേ, കരിഞ്ഞു പോകും. കരിഞ്ഞാൽ പിന്നെ ഒരു കയ്പായിരിക്കുവേ. ഈ ഒരു പരുവാവുന്ന വരെ നമ്മൾ മെൽറ്റ് ആക്കി എടുത്താൽ മതിയേ. അങ്ങനെ കാരമൽ മെൽറ്റ് ആക്കി കഴിയുമ്പോൾ നമ്മളൊരു ട്രേ ആണ്, ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിലാണ് കാരമൽ ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാവേ. പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് മാറ്റി വെക്കണേ. എന്നിട്ട് ഞാനൊരു ജാറിലേക്ക് 12 പീസ് ബ്രെഡാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം ബ്രെഡ് വേണോ അത്രത്തോളം എടുക്കാം. അത് കണക്ക് പഞ്ചസാരയുടെയും പാലിൻ്റെ അളവ് കൂട്ടിയാൽ മതിയേ. കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ്. ഞാൻ 12 ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് 450 ml പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും പിന്നെ 2 മുട്ടയും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അടിച്ചെടുത്തത് അത് നേരത്തെ കാരമൽ ചെയ്ത പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഇഡ്ഡലി പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിൻ്റെ മണ്ടയിൽ ഇഡ്ഡലിയുടെ തന്നെ തട്ട് കമത്തിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മണ്ടയിലാണ് ഈ മിക്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എനിക്കിത് വേവാനായിട്ട് 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് എന്നിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ നിങ്ങൾക്ക് പാത്രം വെച്ചിട്ട് അടയ്ക്കണമെങ്കിൽ അങ്ങനെ അടയ്ക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കാവേ. അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നേ, വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. നോക്കിയപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ടേ. അത് വെന്ത് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്നവരെ. അതിനുശേഷം ഒരു കത്തി എടുത്തിട്ട് സൈഡെല്ലാം ഒന്ന് ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇളകി വരുമല്ലോ. എന്നിട്ട് പാത്രം അടി വെച്ച് ഞാനാണെങ്കിൽ അത് വേറൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ടേ. ആ ഒരു ലുക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. ഇവിടെ ആർക്കും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ മുറിച്ച് കഴിക്കാം.